മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് പാർട്ട്ണറാണ് എന്ന് പറഞ്ഞു, അവർ തക്കതായ തുണയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഭർത്താവിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് എടുത്ത് കാണും. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് ഭർത്താവിനെ സ്നേഹിക്കുക എന്നുള്ള കാര്യം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നതെങ്കിലും ഇതിനകത്ത് ഒരുപാട് മീനിങ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. തീത്തോസ് 2:4 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവവചനം ദുഷിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കാം. ഇവിടെ ലവ് ദെയർ ഹസ്ബൻഡ്, യൗവനക്കാരത്തിലെ ഭർത്തൃപ്രിയമാരും. ഈ വാക്യം തന്നെ വീണ്ടും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭർത്താക്കന്മാരെ ലവ് ദെയർ ഹസ്ബൻഡ്സ്, ഭർത്താക്കന്മാരെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്താണ്? സ്നേഹത്തിൻ്റെ എതിരെന്താ? ലവ് എഗൻസ്റ്റ് ഹെയ്റ്റാണ്. എന്തുകൊണ്ടാണ് ഹെയ്റ്റ് ചെയ്യാനായിട്ട് സ്ത്രീകൾ ചിലപ്പോഴേ ഭർത്താക്കന്മാരെ ഹെയ്റ്റ് ചെയ്യുന്നത്? എന്താണ്? സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്തുകൊണ്ടാണ് ഹെയ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ നേരത്തെ സംസാരിച്ച തന്നെയാണ്, പല കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഒരു വ്യക്തിയും ലോകത്തിൽ പെർഫെക്റ്റ് അല്ല. ഒരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല. അത് മാത്രമല്ല, ഒരു വ്യക്തിയും ഒരുപോലെ അല്ല താനും. കാരണം എക്സും വൈയും ക്രോമസോമും വരുമ്പോൾ ഇങ്ങനെ ഓരോ തലമുറകൾ വരുമ്പോഴത്തേക്ക് അത് ചേഞ്ച് ചെയ്ത് വരികയാണ് ഓരോ പേരൻസിൻ്റെയും മക്കൾ. അതുകൊണ്ടാണ് ഒരു വ്യക്തിയും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത്. അപ്പൻ്റെ 50% അമ്മയുടെ 50% വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് പുതിയൊരു അപ്പനോ പുതിയൊരു അമ്മയോ വരികയാണ്. അന്നേരം അതനുസരിച്ച് അവരുടെ 50-50 വന്ന് ജോയിൻ ചെയ്യുകയാണ്. വല്യപ്പൻ്റെ 25 ആവും. അടുത്ത 4 തലമുറയാകുമ്പോഴത്തേക്ക് ആ വല്യപ്പൻ്റെ ക്രോമോസോമിൻ്റെ DNA എത്ര ചെറിയൊരു പെർസെൻറ്റേജേ കാണുള്ളൂ, 4-5% കാണുള്ളൂ. ബാക്കിയെല്ലാം ഡിഫ്യൂസ്ഡായി പോയിരിക്കും. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ് ഓരോരുത്തരും. അത് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റിയിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. പല നല്ലതും ചീത്തയും ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് പുറപ്പെടും. കാരണം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലെ പല കാര്യങ്ങളുണ്ട്, ശരീരത്തിലും പല നേച്ചേഴ്സ് ഉണ്ട്. അത് ഇതൊക്കെ വെച്ചിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അന്നേരം അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഫാമിലി കോൺഫ്ലിക്റ്റുകൾ എടുക്കുമ്പോൾ ഈ സ്നേഹവുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും. നേരത്തെ ഞാൻ ലൈംഗികതയുടെ കാര്യം പറഞ്ഞു. ദേഹത്ത് പോലും തൊടാതെ ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട്. മരിച്ചു കഴിയുമ്പോൾ എന്തോ കാലയിലും കയ്യിലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, ചത്ത് കിടക്കുക, ഇനിയും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം നിങ്ങളെ സ്നേഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് സെക്ച്വൽ ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരെ കാണണം, നിങ്ങളെ സ്നേഹിക്കുന്നു, ഇടയ്ക്ക് ഭാര്യ ഭർത്താവിനെ ഒന്ന് ഹഗ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ അതുപോലെ ഒന്ന് ഹഗ് ചെയ്യുന്നു ഒക്കെ. അത് ഭവനത്തിലുള്ളൊരു സ്നേഹമാണ് അത് പ്രദർശിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിൽ സ്നേഹം പ്രദർശിപ്പിച്ചില്ലെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ അന്യോന്യം കടമ നിർവഹിക്കുന്ന പോലെ മാത്രമല്ല ഇരിക്കേണ്ടത്. രാവിലെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ്. ഭാര്യ പറയുകയാണ്, ഞാൻ ഇന്നടുത്ത സമയത്ത് എഴുന്നേൽക്കണം, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, ഞാനിത് 1 2 3 4 5 ചെയ്തു, ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, നിങ്ങൾ 1 2 3 4 5 ചെയ്തു, നിങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ളൊരു അത് ചെയ്യണ്ടെന്നല്ല പറയാം. അങ്ങനെയല്ല, രണ്ടുപേരും കൂടി ചെയ്യുക. ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ മറ്റേയാൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്നേഹം. ആ രീതിയിൽ ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് ഭാര്യ പഠിക്കണം. സ്നേഹത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് എവിടെയാണ്? സെക്സിലാണ് അവർ ഒരുമിച്ച് ചേരുന്നത്. നേരത്തെ അത് സംസാരിച്ചതാണ്. അതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കണം. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. ഈ വീട്ടുകാര്യം നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും എംപ്ലോയ്മെൻ്റായിട്ട് രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ വീട്ടുകാര്യം നോക്കുന്നത്
ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വം ആണ് എന്ന് ഭർത്താവ് വിചാരിക്കരുത്. അതുപോലെ ഭർത്താവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കടമകളുണ്ട്. ഭാര്യയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതാണ് അതിനകത്ത് ആ സ്നേഹം വരുന്നത്. അവിടെയാണ് സ്നേഹം വരുന്നത്. ഷെയറിങ് മെൻറ്റാലിറ്റി അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഭർത്താവിനെ സ്നേഹിക്കുക. ഞാൻ അതിൽ അത്രയും സമയം എടുക്കുന്നുള്ളൂ, സമയം അധികം ഇല്ലാത്തതുകൊണ്ട് അതിൽ പോകുന്നില്ല. നമുക്ക് ഫാമിലി ഇഷ്യൂസ് വരുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. 4, ഭർത്താവിൻ്റെ നേതൃത്വത്തിന് കീഴടങ്ങണം. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ലീഡർഷിപ്പ്. എഫേസ്യർ 5 22, 23, 24 വാക്യം ഒന്ന് വായിച്ചേപ്പിക്കും. ഇത് സഭയെക്കുറിച്ച് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഭയും കർത്താവും തമ്മിലുള്ള ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക. എഫേസ്യർ 5 22, 23, 24. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. സബ്മിറ്റ് യുവർസെൽഫ് അൺടു യുവർ ഓൺ ഹസ്ബൻഡ്സ്. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. എവരിത്തിങ്. സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ് ഇൻ എവരിത്തിങ്. എല്ലാ കാര്യങ്ങളും കീഴടങ്ങിയിരിക്കണം. ഇത് ഒരു വലിയ സംഭവമാണ് അല്ലേ? ഇവിടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ കീഴടങ്ങത്തില്ല, വി ആർ ഈക്വൽ. നിങ്ങളെല്ലാം ഈക്വലാണ്, ഇല്ലെന്നൊന്നും പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഈക്വലാണ്. എന്നാൽ ഇവിടെ റോൾസിൻ്റെ കാര്യത്തിലാണ് കീഴടങ്ങുന്ന കാര്യം പറയുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ആത്മാക്കളുടെ വിലയാണ് ദൈവം നോക്കുന്നത്. പുരുഷൻ്റെ ആത്മാവും സ്ത്രീയുടെ ആത്മാവും ദൈവമാണ്. ഹീ സ്പിരിറ്റ്, ദൈവ ആത്മാവാണ്. അതാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ ആ റോൾസിനകത്തുള്ള കാര്യമല്ല. റോൾസൊക്കെ നോക്കുന്നത് എപ്പോഴാണ്? ദൈവം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റോൾസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ആ സമയത്തേ നോക്കുള്ളൂ. അത് പ്രതിഫലത്തിൻ്റെ സമയത്താണ്. അതായത് കീഴടങ്ങാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? 2 തലയാവും, ഇരട്ടത്തലയാവും. ഇരട്ടത്തലയായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവിടെ പിന്നെ എന്താ നടക്കുന്നത് നമുക്കറിയാമല്ലോ. ഹു ഈസ് ഗ്രേറ്റർ? ആര് പറയുന്നതാണ് ഇവിടെ നടക്കേണ്ടത്? ഭർത്താവ് പറയും, ഞാൻ പറയുന്നതാണ്. ചിലപ്പം ഭാര്യയ്ക്ക് ശമ്പളം കൂടുതലായിരിക്കാം. അന്നേരം ഭാര്യ പറയും, അതല്ല, ഞാനാണ് ഏൺ ചെയ്യുന്നത്, എൻ്റെ പൈസ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ ആണ് ഇഷ്യൂസ് വരുന്നത്. അത് വലിയ ഇഷ്യൂസ് തന്നെയാണ്. അത് ഒരുപാട് ഇഷ്യൂസ് പലയിടത്തും ഉണ്ട്. അത് ഡയറക്റ്റായിട്ട് ആ കൗൺസിലിങ്ങിലും ഒക്കെയാണ് പലതും നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ്, അല്ലാതെ ആരാ വലിയവർ എന്ന് പറയാനായിട്ടല്ല. അത് ഫെമിനിസ്റ്റിക് ആണോ അല്ലെങ്കിൽ പുരുഷൻ്റെ ഒരിതാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പാപം വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. പാപം വന്ന് ദൈവം ശപിച്ച സമയത്ത് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാപം വരുമ്പോഴാണ് ഈ ഡൈവേർഷനൊക്കെ വരുന്നത്. അതിന് മുമ്പൊന്നും വരത്തില്ല. പാപം വന്നപ്പോഴാണ് സെക്സ് പോലും പ്രയാസമായി തീർന്നത്. അതിന് മുമ്പ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:16 നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും. പാപത്തിൻ്റെ ആഗ്രഹം അതാണ്. പാപത്തിൻ്റെ ആഗ്രഹം ഉൽപ്പത്തി പുസ്തകം 4:7 പറയുന്നുണ്ട്. പാപം ചെയ്ത ശേഷം ഭർത്താവിനെയും നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പോകും. അതാണ് പാപം ചെയ്തത്. ഭർത്താവിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഭർത്താവിനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആർക്കും തെറ്റുപറ്റാം. ഭർത്താവിനും തെറ്റുപറ്റാം, ഭാര്യയ്ക്കും തെറ്റുപറ്റാം. സ്നേഹത്തോട് കറക്റ്റ് ചെയ്യാനായിട്ട് 2 പേർക്കും ഉത്തരവാദിത്വമുണ്ട്. അന്യോന്യം ചെയ്യാം. 2 പേരും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണം. എന്നാൽ ആസ് എ റോളിൽ there should be a submission and there is a leadership. ഇപ്പോൾ അതിന് ഒന്നിൽ കൂടുതൽ ലീഡേഴ്സ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ചില മന്ത്രിസഭയിലൊക്കെ ഏകദേശം 2 പാർട്ടികൾക്കും ഈക്വലായിട്ട് സോഷ്യലിസ്റ്റിക് ചിന്താഗതിയിൽ 2 പാർട്ടികൾക്കും ഈക്വലായിട്ട് സീറ്റുകൾ വരുമ്പോൾ 2 ചീഫ് മിനിസ്റ്റർ വേണമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അന്നേരം എന്താ ചെയ്യുന്നത്? ഒരാളിനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാക്കി പറയും. 2 പേര് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവുന്ന കേസുകളൊക്കെ ഉണ്ട്. അതുപോലല്ല നമ്മൾ ഭവനത്തിൽ വരുന്നത്. ഭവനത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ഭവനത്തിൽ ആയിരിക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനയിൽ പറയുന്നത്? നമ്മൾ ഭർത്താവ്
ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം. അതുപോലെ നേതൃത്വത്തിന് കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. 5-ാമത്തെ കാര്യം വീണ്ടും തീത്തോസിൻ്റെ ലേഖനം 2:4-5 പറയുന്ന കാര്യങ്ങൾ, 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുപോലെ സദൃശവാക്യം 31:12 സ്ത്രീകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവർ ഭവനം പണിയുന്നവരാണ്. സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് ഭവനം പണിയുക. കാരണം അവർക്കൊരു ദൈവം അവരുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ടെൻഡർനെസ്സും ടെൻഡർ ഹാർട്ടും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസ്കുലൈൻ ജെൻഡർ, അവർ കൂടുതലും മസിൽ പവർ കാണിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കുഞ്ഞുങ്ങളെ നോക്കാനും സ്നേഹിക്കാനും കരുതാനും ഒക്കെ ഉള്ള ഒരു ടെൻഡർ ഹാർട്ടുള്ളവരാണ്. അവരാണ് ഭവനം പണിയേണ്ടത്. ഇതിനകത്ത് പറയുന്ന എന്താ വെച്ചാൽ വീട്ടുകാരെ നോക്കുന്നവർ, കീപ്പേഴ്സ് അറ്റ് ഹോം എന്നാണ്. നമുക്കറിയാം ഈ സ്ത്രീകളില്ലാത്ത അല്ലെങ്കിൽ സ്ത്രീ എന്തെങ്കിലുമൊക്കെ കാരണത്തിൽ ചില ഭവനത്തിൽ നിന്ന് ദൂരെയായിരിക്കുന്ന, ജോലിക്കോ എന്ന് ചില കാര്യങ്ങൾക്ക് ദൂരെയായിരിക്കുന്ന ചില ഭവനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, എല്ലാം ഒരു മെസ്സായിട്ട് കിടക്കുന്ന കാണാം. പുരുഷന്മാർ വീട് അടുക്കി വെക്കുന്നതിലൊക്കെ ഇച്ചിരി വീക്കാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. മിക്കവാറും ഒക്കെ പല ഭവനങ്ങളിൽ സ്ത്രീകളില്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെല്ലാം കുളമായി കിടക്കുന്നതാണ്. സ്ത്രീ ഉണ്ടെങ്കിൽ അതെല്ലാം അടുക്കി ചിട്ടയിൽ പല സ്ഥലങ്ങളിലും വെക്കും. അതുകൊണ്ട് അവർ ഭവനം പണിയുന്നവരാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, ലേയും റാഹേലും റേച്ചൽ അവർ ഇസ്രായേൽ ഗൃഹം പണിത കാര്യം എഴുതിയിട്ടുണ്ട്. അതാണ് ഭവനം പണിയാനുള്ള ഉത്തരവാദിത്വം അവർക്കാണുള്ളത്. ഇതേ കാര്യമാണ് ടൈറ്റസ് തീത്തോസ് 2:4-5 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സദൃശവാക്യം 31:12 അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നത്. ഷീ വിൽ ഡൂ ഹിം ഗുഡ് ഓൾ ദ ഡേയ്സ് ഓഫ് ഹെർ ലൈഫ്. ഭർത്താവിന് നന്മ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. ഇതൊക്കെ ഒരു പുതിയ വാക്കാണല്ലേ, നിങ്ങൾ കേട്ട് കാണത്തില്ല. ഭർത്താവിന് നന്മ കൊണ്ടുവരുന്ന കാര്യം. എപ്പോഴും ഈക്വാലിറ്റി പറയുന്ന ആളുകളെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ലോകത്തിലെ ദൈവമാക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കാനായിട്ടാണ്. ഇത് ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിലല്ല, അല്ലാത്ത കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നന്മ കൊടുക്കുന്ന ഭാര്യയാണ്. ആ 31-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ 10-ാം വാക്യം തൊട്ട് സാമർഥ്യമുള്ള ഭാര്യയെ ഞാൻ എല്ലാവരുടെയും പറയുന്ന സമയം തീർന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ 10-ാം വാക്യം തൊട്ട് താഴോട്ട് ആ അധ്യായം മുഴുവൻ വായിച്ചു നോക്കണം. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അവൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ല ക്വാളിറ്റീസ് പറയുന്നുണ്ട്. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞുകൊണ്ട് നമുക്കത് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും അവളുടെ ഭർത്താവ് ബഹുമാനിക്കപ്പെടുന്നത്, പട്ടണത്തിൽ ബഹുമാനിക്കപ്പെടുന്നത് ആ ഭാര്യയുടെ റോള് കൊണ്ടാണ്. കാരണം തല ഷൈൻ ആവുമ്പോൾ, എന്ന് വെച്ചാൽ തലയെ പുകഴ്ത്തുമ്പോഴേ താഴോട്ടുള്ള ശരീരത്തിനും എന്ത് സംതൃപ്തിയാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ തലയായിട്ടുള്ള ഭർത്താവ്, കുടുംബത്തിൻ്റെ തലയായിട്ടുള്ള ഭർത്താവിനെ പുകഴ്ത്തുമ്പോഴേ ബാക്കിയുള്ള കുടുംബത്തിനെല്ലാം അത് വലിയൊരു നന്മയ്ക്ക് കാരണമായി തീരും എന്ന് കാണുന്നു. താഴോട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. 31 നിങ്ങളത് വായിച്ചു നോക്കിയാൽ, പണ്ടൊക്കെ നമ്മുടെ ഉപദേശിമാരും നമ്മുടെ പാസ്റ്റർമാരും ഒക്കെ ഇതെടുത്ത് സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് പറയുന്ന ഭാഗങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സാമർഥ്യമുള്ള ഭാര്യയും ദൈവത്തെ ആശ്രയിക്കുന്ന ഭാര്യമാരും ഒക്കെ ഏത് രീതിയിലിരിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അവളെ മക്കൾ പ്രശംസിക്കുന്നു, ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറഞ്ഞിട്ട് അവൾ ദൈവഭക്തയായ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അത് ND-യാണ്. യഹോഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞത് അത് ND-യാണ്. അതുകൊണ്ട് എന്താണ് ഇത് പറയാനുള്ള ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭവനം പണിയുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത്. അതിന് ഒരു ഭവനം മോശമായിരിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അതിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. ഒരു ഭവനം മോശമായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചോളുക, പുരുഷനേക്കായും വലിയൊരു റോൾ അവിടെ സ്ത്രീക്കുണ്ട്, അത് മോശമാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭവനം ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഭർത്താവിനെ സ്നേഹിക്കണം.
രണ്ടാമത് അവൻ്റെ നേതൃത്വത്തിന് കീഴടങ്ങണം. 3, നിങ്ങൾ ഭവനം പണിയുന്നവരാണ്. സ്ത്രീകളുടെ റോളിനകത്താണ് പറഞ്ഞത്. ഇനിയും 1-2 റോളും കൂടെ പ്രധാനമായിട്ട് പറയാനുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്ന 1 കൂടുതൽ പ്രാവശ്യം ഇത് കേൾക്കണം. ചില കാര്യങ്ങൾ മിസ് ചെയ്തു. അതുപോലെ ആ ദൈവവചനം പറയുന്ന ദൈവവചനങ്ങൾ നിങ്ങൾ വീണ്ടും റീഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ പ്രോവർബ്സ് 31-ന്റെ 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചില്ല. അതിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലേഡീസ്, ഭാര്യമാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നതാണ്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നേച്ചറിന് വന്നെങ്കിലും അതിൻ്റെ എസെൻസിന്, അതിൻ്റെ മീനിങ്ങിന് വ്യത്യാസം വന്നിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ഈ ദിവസങ്ങൾ ബലപ്പെടുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഭർത്താവിനെ സ്നേഹിപ്പാനായിട്ട്, എൻ്റെ നേതൃത്വത്തിന് കീഴടങ്ങുവാനായിട്ട് കർത്താവെ, അതുപോലെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങളുടെ പ്രിയ സഹോദരിമാരിത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ സഹായിക്കണമേ, ഇടവരുത്തണമേ. എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരക്കുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെ കൊണ്ട് വാക്കുകൊണ്ട് കർത്താവെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കർത്താവെ നീ വിടുതൽ കൊടുക്കണമേ. അതെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവെ അന്യോന്യം രമ്യപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.